മേയേഴ്സ് റിലേഷൻ സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ സി പി എന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. സി വി എന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഇവിടെ ആറ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ സി പി ഈസ് ഈക്വൽ ടു ഡി ക്യു ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറും സി വി ഈസ് ഈക്വൽ ടു ഡി ക്യു ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയവുമാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നിന്നുമാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ഡി ക്യു ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡി ക്യു ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറും കണ്ടുപിടിക്കണം, ഡി ക്യു ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയവും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഡി ക്യു ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം കണ്ടുപിടിക്കാം. അപ്പോൾ ഡി ക്യു ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, അപ്പോൾ അതാണ് സി വി ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, ഡി യു ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം പ്ലസ് പി ഇൻറ്റു ഡി വി ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അപ്പോൾ ഇത് ഡി ക്യു ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയുന്നത് സി വി ആണ്. അപ്പോൾ സി വി ഈസ് ഈക്വൽ ടു ഡി ക്യു ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഇവിടെ യു എന്നത് ഇൻറ്റേർണൽ എനർജിയാണ്. അത് സിസ്റ്റത്തിൻ്റെ വോളിയത്തെയോ അതിൻ്റെ പ്രഷറിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ ഡി യു ബൈ ഡി ടി എന്നെഴുതിയാൽ മതിയാവും. പ്ലസ് പി ഇൻറ്റു ഡി വി ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. വോളിയം കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ ഡി വി 0 ആണ്. അപ്പോൾ ഈ ഒരു ടേം മൊത്തം 0 ആയിപ്പോൾ. അപ്പോൾ നമുക്കിവിടെ നിന്ന് സി വി ഈസ് ഈക്വൽ ടു ഡി യു ബൈ ഡി ടി എന്ന് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സി പി കണ്ടുപിടിക്കാം. അപ്പോൾ സി പി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് ഡി ക്യു ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ കണ്ടുപിടിക്കണം. ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ഡി യു ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്ലസ് പി ഇൻറ്റു ഡി വി ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് സി പി ആണ്. ഈസ് ഈക്വൽ ടു നേരത്തെ പോലെ തന്നെ പ്രഷറോ വോളിയമോ ഇൻറ്റേർണൽ എനർജിയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ ഡി യു ബൈ ഡി ടി എന്ന് എഴുതിയാൽ മതിയാവും. പ്ലസ് പി ഇൻറ്റു ഡി വി ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അപ്പോൾ ഇവിടെ നോക്കാം, ഡി യു ബൈ ഡി ടിക്ക് വരെ നമുക്ക് സി വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സി പി ഈസ് ഈക്വൽ ടു സി വി പ്ലസ് പി ഇൻറ്റു ഡി വി ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് ലഭിക്കുന്നു. ഇത് നമുക്ക് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇത് ഇക്വേഷൻ 1. അപ്പോൾ ഇനി നമുക്കിവിടെ പി ഇൻറ്റു ഡി വി ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഈസ് ഈക്വൽ ടു ആർ ടി ആണ്. യൂണിറ്റ് നമ്പർ ഓഫ് മോൾസിൻ്റെ പി വി ഈസ് ഈക്വൽ ടു ആർ ടി ആണ്. ഇവിടെ നമുക്ക് പി ഇൻറ്റു ഡി വി ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ കണ്ടുപിടിക്കാം. അപ്പോൾ ആർ ഇൻറ്റു ഡി ടി ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് വരുന്നു. അപ്പോൾ നമുക്കിവിടെ പി ഇൻറ്റു ഡി വി ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈസ് ഈക്വൽ ടു ആർ. ഇത് 1 ആയി പോകുന്നു. ഈസ് ഈക്വൽ ടു ആർ എന്ന് ലഭിക്കുന്നു. അപ്പോൾ ഇതിന് വരെ നമുക്ക് ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സി പി ഈസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ എന്ന് ലഭിക്കുന്നു. സി വി ഇപ്പുറത്ത് കൊണ്ടുവരുവാണെങ്കിൽ സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ. അപ്പോൾ ഇതാണ് മേയേഴ്സ് റിലേഷൻ അല്ലെങ്കിൽ മേയേഴ്സ് ഇക്വേഷൻ എന്നൊക്കെ പറയുന്നത്.